ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫോട്ടോസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫയൽസോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ തിരിച്ചെടുക്കാനായിട്ട് പറ്റും. വണ്ടർഷെയറിൻ്റെ റിക്കവറിറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ടും വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. അതിപ്പോൾ ഒരു 4K വീഡിയോ ആവട്ടെ, അല്ലെങ്കിൽ ഒരു 8K വീഡിയോ ആവട്ടെ, അല്ലെങ്കിൽ ഒരു കൊല്ലം മുമ്പ് ഡിലീറ്റ് ആയിട്ട് പോയിട്ടുള്ളൊരു ഫയൽ ആവട്ടെ എന്ന് വിചാരിക്കുക, ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ അതെങ്ങനെ ചെയ്യാം, എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം, എങ്ങനെ ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതൊക്കെ നോക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വണ്ടർഷെയറിൻ്റെ റിക്കവറിറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിതൊക്കെ തിരിച്ചെടുക്കാനായിട്ട് പോകുന്നത്. സോ ആദ്യം നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള അവരുടെ സൈറ്റിലോട്ട് കടക്കും. ഇതാണ് അവരുടെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ്. ഇതിൽ ഡൗൺലോഡ് നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെ ഉണ്ട്. സോ ജസ്റ്റ് അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സ്, അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളും, എന്തൊക്കെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം, ഏതൊക്കെ തരത്തിലുള്ള ഫയൽസ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളതൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ 2000 പരം സ്റ്റോറേജ് ഡിവൈസസ്. അപ്പോൾ അതിപ്പോൾ മെയിനായിട്ട് വരുന്നത് PC, ഹാർഡ് ഡിസ്ക്, മെമ്മറി കാർഡ്, USB, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഡിവൈസസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റും എന്നാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള ഫോർമാറ്റ്സ്, അതായത് ഇപ്പോൾ DOC അല്ലെങ്കിൽ JPEG, PNG, MP4, 3GB, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഫയൽസ് ഉണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. സോ ജസ്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇവിടെ ഡൗൺലോഡ് നൗ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് ഡൗൺലോഡ് നൗ ക്ലിക്ക് ചെയ്യുക. സോ ഞാൻ ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്യാണ്. ഞാൻ ഓൾറെഡി വണ്ടർഷെയറിൻ്റെ റിക്കവറിറ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാനത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് വണ്ടർഷെയറിൻ്റെ റിക്കവറിറ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ PC-യിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസസും ഇവിടെ കാണിക്കും. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ SSDയും അതേപോലെ തന്നെ ഹാർഡ് ഡിസ്ക്കും ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനൊരു എക്സ്റ്റേണൽ ഡിവൈസ് ആയിട്ടുള്ള എൻ്റെ ഒരു പെൻ ഡ്രൈവ് ഞാൻ ഇതിൽ കുത്തി വെച്ചിട്ടുണ്ട്. സോ അതും ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റീസൈക്കിൾ ബിന്ന് വരുന്നുണ്ട്, ഡെസ്ക്ടോപ്പ് വരുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടൊരു ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് റിക്കവർ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ളൊരു ഓപ്ഷനാണ് സെലക്ട് ഫോൾഡർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ പെൻ ഡ്രൈവിൽ നിന്ന് ഞാൻ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. സോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു പെൻ ഡ്രൈവ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് എൻ്റെ പെൻ ഡ്രൈവ്. ഇതിൽ യാതൊന്നുമില്ല, ജസ്റ്റ് എൻ്റെ ഞാൻ റീസെൻ്റായിട്ട് എഡിറ്റ് ചെയ്ത തല്ലുമാല എന്ന് പറഞ്ഞ ഒരു വീഡിയോ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ, കണ്ടോ. സോ ഇത് ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യാമെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ആ ഒരു വീഡിയോ. ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, സോ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആ തല്ലുമാല എന്ന് പറയുന്ന വീഡിയോ എൻ്റെ നിന്ന് ഇപ്പോൾ എൻ്റെ പെൻ ഡ്രൈവിൽ നിന്ന് ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കതെങ്ങനെ റിക്കവർ ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ അതിനായിട്ട് ഞാനിവിടെ വണ്ടർഷെയർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം എക്സ്റ്റേണൽ ഡിവൈസ്, അതായത് അതിലാണ് എൻ്റെ പെൻ ഡ്രൈവ് വരുന്നത്. സോ ജസ്റ്റ് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പെൻ ഡ്രൈവ് അവരൊന്ന് ജസ്റ്റ് സ്കാൻ ചെയ്യും. അതിൽ മുമ്പുണ്ടായിരുന്ന എല്ലാ അതും ഇപ്പോൾ ഇവിടെ കാണാനായിട്ട് പറ്റും. സോ നമ്മൾ നേരത്തെ നോക്കുമ്പോൾ ആ ഒരു വീഡിയോ മാത്രം, സ്പെസിഫിക് ആയിട്ട് ആ ഒരു വീഡിയോ മാത്രമേ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിൽ വേറെ കുറേ ഫയൽസൊക്കെ വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അതിന് മുമ്പൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഫയൽസാണ്. എന്തായാലും ജസ്റ്റ് അതൊന്ന് 100% ആവുന്ന വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, സോ 100% ആയിട്ടുണ്ട്. വെറും 2 GB വരുന്ന ഒരു പെൻ ഡ്രൈവാണ് ഞാൻ ജസ്റ്റ് ഇതിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ 12 GB ഇതിൽ നിന്ന് റിക്കവർ ആയിട്ട് എനിക്ക് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ഇതിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ നേരത്തെ ഡിലീറ്റ് ചെയ്ത ആ ഒരു തല്ലുമാല എന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഒന്ന് നോക്കട്ടെ. തല്ലുമാല ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ, അതാ തല്ലുമാല എന്ന് പറയുന്ന ആ ഒരു വീഡിയോ കണ്ടോ. ഇതൊക്കെ ഞാൻ മുമ്പ് ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഫയൽസാണ്. അതൊന്നും ഇപ്പോൾ എനിക്ക് വേണ്ട. എന്തായാലും നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട്. ഇപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഡിലീറ്റ് ചെയ്ത ആ ഒരു ഫയലാണ് തല്ലുമാല എന്ന് പറയുന്ന ഈ ഒരു ഫയൽ. സോ ജസ്റ്റ് അത് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റിക്കവർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണോ പോയിട്ട് സേവ് ചെയ്യേണ്ടത് ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ലോക്കൽ ഡിസ്ക്കാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം റിക്കവർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഫൈൻ. ആ ഒരു വീഡിയോ ഇവിടെ എനിക്ക് റിക്കവർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടോ. പക്ക ആ ഒരു അതേ സൈസ് തന്നെയാണോ നോക്കട്ടെ, കംപ്രസ് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കട്ടെ. കറക്റ്റ് ആ ഒരു സൈസിൽ തന്നെ എനിക്ക് കറക്റ്റായിട്ട് തന്നെ ആ ഒരു വീഡിയോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു വണ്ടർഷെയറിൻ്റെ റിക്കവറിറ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റുക. സോ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇനി ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം
ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാം, recoverit എന്ന് പറഞ്ഞ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് വെറും നമുക്ക്, അതായത് ഇതിൻ്റെ ഫ്രീ വേർഷൻ യൂസ് ചെയ്തിട്ട് വെറും നമുക്ക് 100 MB താഴെ മാത്രമേ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. 100 MB മുകളിലുള്ള ഏതെങ്കിലും ഫയൽസ് നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പെയ്ഡ് വേർഷൻ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ജസ്റ്റ് പെയ്ഡ് വേർഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള ഫയൽസും നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ വണ്ടർഷെയറിൻ്റെ recoverit എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരെല്ലാവരും അവിടെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അടിപൊളി സോഫ്റ്റ്വെയർ ആണ്, നിങ്ങൾ എന്തായാലും റിഗ്രറ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫ് ടൈമിൽ ഉപകാരപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്. സോ ട്രൈ ചെയ്ത് നോക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വി ക്യാൻ സീ നെക്സ്റ്റ് ടൈം. ബൈ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡൗൺലോഡ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്.